എന്തുകൊണ്ടാണ് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് വിചാരിക്കുന്നത്? അതിൻ്റെ പരിതസ്ഥിതിയാണ് എനിക്കറിയാൻ താല്പര്യമുള്ളത്. ഓൾറെഡി ഒരു രാഷ്ട്രീയ കക്ഷിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കേരള പീപ്പിൾസ് പാർട്ടി റീവാമ്പ് ചെയ്തെടുത്ത സമയത്തെ പറഞ്ഞിരുന്നു, ഇതിന് ഞാനൊരു വലിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോളാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനൊരു ചിന്തകളുള്ള, അങ്ങനെ ലക്ഷ്യങ്ങളുള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അമ്മയുടെ സ്ഥാനത്തിലേക്ക്, അതായത് അമ്മ അൾട്ടിമേറ്റ്ലി അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ കൂടിയാണല്ലോ, ആ മത്സരിക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള കാര്യം എന്താ? വാസ്തവത്തിൽ ഇതിനെപ്പറ്റി ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു സംഗതിയാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ വരിക എന്നുള്ളത്. ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല, അതിനെപ്പറ്റി സ്വപ്നം കണ്ടിട്ടില്ല. അങ്ങനെ ഇതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അതാണ് ഇതിനകത്ത് വരാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് ഈ ഹേമ കമ്മീഷന് ശേഷം ഉണ്ടായ ആ ഡെവലപ്മെൻറ്റ്സിൻ്റെ പ്രോഗ്രാം ആകൊക്കെ വന്നു. ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി. ആ അഡ്ഹോക് കമ്മിറ്റിയാണ് 6 മാസം ഭരിച്ചത്. അതിനുശേഷമാണ് ഒരു ജനറൽ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ആ സമയത്ത് മോഹൻലാൽ ആ സ്റ്റേജിൽ, അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു, ആ സ്റ്റേജിൽ വളരെ അഡമൻ്റായിട്ട് പറഞ്ഞു, ഞാൻ ഇനി ഇല്ല. അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തു, നമുക്ക് വേറൊരു ഇലക്ഷൻ നടത്തി പുതിയ ഭാരവാഹികൾ. പക്ഷേ ഞാൻ ഈ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ 100% ആൾക്കാർ എഴുതി നിന്നിട്ട് പറഞ്ഞു, ലാലേട്ടൻ പോകരുത്, നമുക്ക് വി നീഡ് ലാലേട്ടൻ. എല്ലാവരും അതിനകത്തൊരു അഭിപ്രായവ്യത്യാസം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ലാല് വളരെ അഡമൻ്റാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ ഒരു തർക്കം തന്നെ, ലാലും ഞങ്ങളായിട്ടുള്ള തർക്കം തന്നെ ഒരു അരമണിക്കൂർ നീണ്ടു നിന്നു. ലാല് പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും ഇതിൽ വരില്ല, ഇലക്ഷൻ നടത്തിക്കോളൂ, ഇവിടെ ആർക്ക് വേണമെങ്കിൽ വരാം. ഇപ്പോൾ ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് സ്ത്രീകൾ വരണമെന്ന് പറയുന്നുണ്ട്, ആയിക്കോട്ടെ, സ്ത്രീകൾ വരട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അവസാനം നമ്മൾ അതൊരു തീരുമാനിച്ച് നമ്മൾ അടുത്ത ഇലക്ഷൻ നിൽക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ലാല് ശരിക്കും വരും. ലാലിനങ്ങനെ നമ്മൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. ലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ പിന്നെ ആർക്കും അങ്ങനെ അമ്മേനെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സ് വരില്ല. അത്ര അറ്റാച്ച്ഡാണ് ഞങ്ങൾ. മനസ്സിലായി, ഈ അമ്മയായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അത് ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് നമ്മുടെ വേദന. ഞങ്ങളും അമ്മയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വലിയ ഒരു ഭയങ്കര ബന്ധമാണത്. അപ്പോൾ എൻ്റെ ഒറ്റ ഇതെന്ന് വെച്ചാൽ, ലാൽ ഒരിക്കലും അങ്ങനെ ഒരു പൊസിഷനിലേക്ക് പോയില്ല, ഈ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഷൂട്ടിങ്ങായിട്ട് നടക്കുമായിരുന്നു. നോമിനേഷൻ കൊടുക്കാനുള്ള തീയതി ലാസ്റ്റ് ഡേ വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മോഹൻലാൽ നോമിനേഷൻ കൊടുത്തിട്ടില്ല. അതെനിക്ക് ഭയങ്കരമായൊരു ഷോക്ക്. കാരണം എൻ്റെ പ്രതീക്ഷ അങ്ങനെ ലാല് വരും എന്നുള്ളതായിരുന്നു. ഞാനിത് ഈ ഒരു സംഗതി ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ഈ ഇലക്ഷൻ പറ്റിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അന്ന് കാലത്ത് നോക്കിയപ്പോൾ ഈ ഇലക്ഷനിൽ മറ്റു പല ആൾക്കാരും മത്സരിക്കുന്നു, മോഹൻലാൽ പത്രിക സമർപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയാം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഘാതമായത്, ലാലിന് ഇത്രയും വേദനിച്ചോ എന്നുള്ള ഒരു ഫീലിംഗ് ആയിപ്പോയി. അപ്പോൾ ഇതിനു മുമ്പ് ലാലുമായിട്ട് സംസാരിച്ചപ്പോൾ ലാല് എന്നോട് പറഞ്ഞു, ഞാനിങ്ങ് വരില്ല, കാരണം അത്രയധികം ഞാൻ എന്തിനാണ് വരണേ. അത് ലാല് ആ പറയുന്ന വാക്കുകളിൽ ഒരു ഗദ്ഗത കണ്ഠനായിട്ടാണ് പറയുന്നത്, കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ട് പറയാൻ. ഒരു മഹാനടൻ, വലിയൊരു മനുഷ്യൻ, ആക്ച്വലി നമ്മളൊക്കെ ആരാധിക്കുന്നൊരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, ഞാനിങ്ങ് വരില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ആകെ അന്തം വിട്ടുപോയി, ഞങ്ങൾക്ക് ശബ്ദമില്ലാതായിപ്പോയി. അപ്പോൾ ആ പറച്ചിലിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുന്നല്ലോ. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ വരില്ല എന്ന് ഉറപ്പായി. എന്നാൽ എൻ്റെ മനസ്സിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് അദ്ദേഹം വരും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. സാധാരണ എല്ലാ ടേമിലും വരുമ്പോഴും അങ്ങനെ അവസാനം ശരിയെന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അത് വന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമായിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കരമായിട്ടൊരു അനാഥമായി പോവോ എന്നുള്ളൊരു ഭയം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം എന്നെ ഭയപ്പെടുത്തിയത് ഈ അമ്മ എന്ന സംഘടന ആർക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ്.
ഇത് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളത് ഏതാണ്ട് ഒരു ഞങ്ങൾ ആകെ 506 പേരുണ്ട്. അതിൽ ഏതാണ്ട് 350 375 പേർക്കും തൊഴിലില്ല. അവർ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞെന്നല്ലാതെ അവർക്ക് ചാൻസുകളില്ല. അപ്പോൾ അവരുടെ ഒരു ഇതായിട്ടാണ് അവരുടെ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. പണ്ട് മുതലുള്ള ആദ്യത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അസോസിയേഷൻ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ലാല് പോയി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ലാല് പോകുന്നതോടുകൂടി ആകെ തകിടം മറിയല്ലോ. ഈ അമ്മ എന്ന സംഘടന ആകെ തകർന്നു പോകാനുള്ള ഒരു സംഗതി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട്. നീ വാടാ, നീ ചെയ്യണം എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് നഷ്ടപ്പെടലല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന 350 പേരോടെ എല്ലാ ദിവസവും അമ്മയുടെ സഹായം നോക്കി ഗേറ്റിൻ്റെ അവിടേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന 350 പേര് നമുക്കുണ്ട്. നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ ആയിട്ടുള്ള. ഇപ്പോൾ അറിയാലോ, ഒരു 5000 രൂപ മാസം കിട്ടുന്ന 127 പേരുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ മെഡിക്കൽ കിറ്റ് കിട്ടുന്ന 57 പേരുണ്ട്. ഇതിന് രണ്ടിനും മാത്രം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 11 ലക്ഷം രൂപ ഒരു മാസം നമ്മൾ ചിലവ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇല്ല, 11 ലക്ഷം രൂപയാണ്. അത് മാധ്യമക്കാർക്ക് ആക്കുന്നത് ഇതിനെ പറ്റിയിട്ട് അറിയില്ല, ഡീറ്റെയിൽസ് അറിയില്ല. 11 ലക്ഷം രൂപയാണ് മാസം നമുക്ക് ആവശ്യം ഇതിന് മാത്രം. അതുകൂടാതെ ഇൻഷുറൻസ്, പിന്നെ കല്യാണം, മരണം, ആക്സിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സംഗതികൾ വരുന്നുണ്ട്. വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് പല ആൾക്കാർക്കും. അപ്പോൾ ഇതിനെ ഏറ്റവും കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇഫക്റ്റ് ചെയ്യുന്നത് ഈ ബെനിഫിഷ്യറീസാണ്, ഈ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, നീ എന്തേലും നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായി, അങ്ങനെ തോന്നി തുടങ്ങി. അങ്ങനെ ഒരു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ മാറിക്കളയും. ഞാൻ പറഞ്ഞു പിന്നെ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് സമയം തരാൻ പറഞ്ഞു. അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഡേയാണിത്, മനസ്സിലായില്ലേ? നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസം 4 മണിക്ക് ഇത് ചെയ്യണം. അപ്പോൾ എനിക്ക് ഷൂട്ടിങ്ങാണ് ഞാൻ ആലോചിച്ചപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്നത്. കുറേ അമ്മമാരുടെ, കുറേ സഹോദരന്മാരുടെ അവരെ ഞാൻ ആലോചിക്കുകയാണ്. എല്ലാ ദിവസവും 1-ാം തീയതി ഈ 5000 രൂപയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ, ഈ ഓരോ മാസത്തിൻ്റെയും ആദ്യ ദിവസം ഈ മെഡിക്കൽ കിറ്റ് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന രോഗികളായ നമ്മുടെ ആർട്ടിസ്റ്റുകൾ, ഇന്നാലോചിച്ച് നോക്കും. അതെല്ലാം തകരും, അവരുടെ സ്വപ്നങ്ങൾ തകർന്നു പോകും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തായാലും നമുക്കിത് എന്ത് റിസ്ക് എടുത്താലും ശരി. എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെ തന്നെ ഇതെല്ലാം നോമിനേഷൻ എല്ലാം ഒപ്പിട്ട് അങ്ങനെ ഞാൻ കാറിൽ കൊടുത്തയച്ചു. 4 മണിക്കാണിത് അവസാനിപ്പിക്കുന്നത്. 3 മണിക്കാണ് എൻ്റെ പേപ്പർ ബോക്സിൽ വീഴുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ആ സാഹചര്യമാണിത്. എൻ്റെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മ എന്ന സംഘടന ഒരിക്കലും കൈവിട്ട് പോകരുത്, അന്യമായി പോകരുത്, അനാഥമായി പോകരുത്. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്.